ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിൽ ഒരു മാജിക് ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. ശരിക്കും ഇത് മാജിക് ബട്ടൺ തന്നെയാണ്. പക്ഷെ ഇത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ ഈ മാജിക് ബട്ടൺ ഉണ്ട്, പക്ഷെ പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഈ ഒരു മാജിക് ബട്ടൺ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ്, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഫോണിന്റെ പെർഫോമൻസ് പോരാ, സ്പീഡ് പോരാ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ബട്ടൺ വഴി നമുക്ക് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് നമുക്ക് വളരെയധികം കൂട്ടാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല നമ്മുടെ ബാറ്ററിയുടെ പെർഫോമൻസ്, നമ്മൾ അറിയാം നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് 24 hours നമ്മൾ ഫോൺ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ ബാറ്ററിയുടെ പെർഫോമൻസ് വല്ലാതെ കുറഞ്ഞു പോകുന്ന ആ ഒരു കംപ്ലൈന്റ് നമുക്ക് ഈ ഒരു ബട്ടൺ വഴി പരിഹരിക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ ഫോണിന്റെ നെറ്റ്വർക്ക് സ്പീഡ്, നമ്മൾ നെറ്റ് വളരെയധികം ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് ഈ ബട്ടൺ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നെറ്റ്വർക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന റാം നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് വളരെയധികം കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ റാം എന്ന് പറയുന്നത്. ഈ റാമിന്റെ പെർഫോമൻസും നമുക്ക് കൂട്ടണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബട്ടൺ സഹായിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാം 24 hours യൂസ് ചെയ്യുന്ന സമയത്ത് റാമിൽ അനാവശ്യമായിട്ടുള്ള ഫയലുകൾ വല്ലാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൂട്ടാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല നമ്മുടെ ഫോണിൽ പല ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഇൻസ്റ്റാൾ ചെയ്ത ഫയലുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന വഴി നമ്മുടെ പെർഫോമൻസ് വളരെ കുറയുന്നുണ്ട്. അതും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബട്ടൺ വഴി വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ബട്ടൺ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. മറ്റൊന്നുമല്ല, ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഫോണിലുള്ള നമ്മുടെ റീസ്റ്റാർട്ട് ബട്ടൺ തന്നെയാണ്. അതായത് നമ്മുടെ ഫോണിൽ നമുക്ക് ഹോം ബട്ടണും അതുപോലെ തന്നെ ഇവിടെ വോളിയം ബട്ടൺ അപ്പാണ് ഇവിടെ വരുന്നത്. പല ഫോണിലും പല രീതിയിലേക്ക്. അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളും അല്ലെങ്കിൽ എല്ലാ അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബട്ടൺ കൊണ്ട് കിട്ടും. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫോൺ ഡെയിലി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞിരിക്കുന്ന എഫക്റ്റ് കിട്ടും.